ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കൺഫേം ആയത്. രാവിലെ ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ച ക്യാമ്പിലാണ്, ലേബർ ക്യാമ്പിലാണ് തീപിടുത്തം എന്നുള്ളൊരു സൂചന രാവിലെ ഉച്ചയോടെ ഉണ്ടായിരുന്നു. പക്ഷേ കൺഫേം ആയത് ഇദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൺഫേം ആയത് വൈകിട്ടോടെയാണ്. ഒരു 6 മണിയോടെ അനൗദ്യോഗികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ, കുവൈത്തിലുള്ള സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നുണ്ട്, ഇങ്ങനെ അനൗദ്യോഗികമായി പെട്ട ലിസ്റ്റിൽ പേര് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. നിങ്ങൾ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു? ബന്ധപ്പെടാൻ കുവൈത്തിലേക്ക് ഔദ്യോഗികമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പറുകളൊന്നും നമ്മുടെ കയ്യിലില്ല. ഒരു വിദേശ എംബസിയുടെ ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തിൻ്റെ വൈകിട്ട് 3 മണിയോട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇതുവരെ യാതൊരു മറുപടിയും വന്നില്ല. എംബസിയുടെ നമ്പർ, ടോൾ ഫ്രീ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, കുവൈത്തിലുള്ള സുഹൃത്തുക്കൾ മുഖാന്തരമാണ് ഇത് അനൗദ്യോഗികമായിട്ടുമെങ്കിലും അറിയാൻ സാധിച്ചത്. ഇതിനെ തൊട്ടടുത്തുള്ള താമസിക്കുന്ന ഒരാൾ കൂടി ഇതിൻ്റെ നമ്മുടെ സുഹൃത്ത്, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു 2 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന എൻ്റെ കൂടെ പഠിച്ച നളിനാഷൻ, അദ്ദേഹം ഒരു സാരമായൊരു പരിക്ക് പറ്റി, നട്ടലിന് പരിക്ക് പറ്റി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ഇദ്ദേഹം താമസിച്ചതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അടുത്തടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. അദ്ദേഹം എടുത്ത് ചാടിയതാണോ, അല്ല അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചതാണോ, അദ്ദേഹം പിന്നെ പൊള്ളിയിട്ട് മരിച്ചതാണോ, ഒരു കാര്യം നമ്മൾ അറിയില്ല. അറിയിപ്പുകളൊന്നും അല്ല, ഒരറിയിപ്പ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ആരും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. നമുക്ക് അങ്ങോട്ട് ബന്ധപ്പെടാനും പറ്റിയിട്ടില്ല. ഇങ്ങനെ മൃതദേഹം എപ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നും അറിയില്ല. അതിനെക്കുറിച്ചുള്ള ഒന്നും നമുക്ക് ഒരു വ്യക്തത ഇതുവരെ വന്നില്ല. കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റേതെങ്കിലും ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള അവരാരെങ്കിലും ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അവരാരും കിട്ടിയില്ല. ഈ ഭാഗത്തേക്കോ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തേക്കോ ആരും കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. അവിടെ വളരെ ശക്തമായ പരിശോധനയും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തോടൊന്നും പോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരുന്നു. കുവൈത്തിലുള്ള കാസർഗോഡ് ജില്ലാ പ്രവാസി സംഘത്തിൻ്റെ ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുദ്ദേശിച്ചത് മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്. ഞങ്ങൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നവർ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മരിച്ചിട്ടുള്ള കേളുവിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഭാര്യ ഇവിടെ തന്നെ ഉണ്ട്. അവൾ പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരാൾ പൂനെയിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം വരുന്നുണ്ട്. ഒരു മകൻ വന്നിട്ടുണ്ട്. അവൻ പിന്നെ പഠിക്കുകയാണ്, 2ാമത്തെ മകൻ. പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അദ്ദേഹം 58 വയസ്സല്ലേ, 2 വർഷം കൂടി റിട്ടയർമെൻറ്റിലുള്ളൂ. അതൊക്കെ അവസാനിപ്പിച്ച് വരേണ്ട ഒരു തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം തിരിച്ചു പോയത്. ഏകദേശം 20 വർഷത്തിന് മുകളിലായി. 20 വർഷത്തിന് മൊത്തം പ്രവാസി ജീവിതം 20 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. ഇതേ കമ്പനിയിൽ തന്നെ 15 വർഷത്തോളം, ഏകദേശം 2007-8 കാലം മുതൽ ഇതേ കമ്പനിയിൽ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. കുവൈത്ത് തന്നെ ഉണ്ട്. എന്തായാലും വലിയൊരു തീർച്ചയായിട്ടും വലിയ നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവും എന്നുള്ളത്. കാരണം മറ്റുള്ള ആക്സിഡൻറ്റ് മാതിരി ഇത് അറിയുന്നില്ല. രാത്രി ഉറങ്ങിക്കിടന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ലാത്തൊരു അവസ്ഥയിലല്ലേ. നമുക്കൊന്നും എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ഇത് ആശ്വസിക്കേണ്ടത്, മറ്റുള്ളവരെങ്ങനെ ആശ്വസിപ്പിക്കേണ്ടത്, ഇതൊന്നും നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ അപകടം നടക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വിളിക്കുകയോ അങ്ങനെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് രാത്രിക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ അനിയത്തിയെ രാവിലെ ഒരു 12 മണിക്ക് വിളിച്ച് ചോദിച്ചത് ഇന്ന് രാവിലെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു വിഷമമോ, കാരണം ഇത് പെട്ടുപോയോ. അപ്പോൾ അത് നമ്മളുടെ ആശങ്ക സത്യമായി മാറുകയാണ് ചെയ്തത്.